നമസ്കാരം. സംഭവബഹുലമായ ഒരു വാർത്താ ദിനമാണ് ഇന്ന്. അതിൽ ഏറ്റവും പ്രധാനം കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നതാണ്. വലിയ ആവേശത്തിലാണ് എല്ലാ ജില്ലകളിലും മുന്നണികൾ. നമ്മളുടെ പ്രതിനിധികൾ തത്സമയം 20 മണ്ഡലങ്ങളിൽ നിന്നും രാവിലെ മുതൽ തന്നെ തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ന് ഒട്ടേറെ വാർത്തകൾ വേറെയും ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം രാഹുൽ ഗാന്ധിക്കെതിരായ PV അൻവർ MLA അധിക്ഷേപ പരാമർശം. അതിലിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകുന്നു. ജസ്ന തിരോധാന കേസ് പുനരന്വേഷിക്കാൻ തയ്യാർ എന്ന് CBI അറിയിക്കുന്നു. TG നന്ദകുമാർ തെളിവുകൾ പുറത്തുവിടുന്നു ശോഭാ സുരേന്ദ്രനും അനിൽ ആന്റണിക്കുമെതിരെ. അങ്ങനെ ഈ വാർത്തകൾ ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളാകുമ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം പോകുന്നത് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ്. കലാശക്കൊട്ടിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. അവസാന ലാപ്പിലേക്ക് പ്രചാരണം. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. നാളെ കലാശക്കൊട്ടാണ്. രണ്ടാം ഘട്ടത്തിൽ 13 സംസ്ഥാനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. അതിൽ കേരളവുമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ആവേശകരമായ പ്രചാരണത്തിന്റെ വിവരങ്ങൾ ഞങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് രാവിലെ മുതൽ തന്നെ എത്തിക്കുന്നുണ്ട്. ഇന്ന് മല്ലികാർജ്ജുൻ ഖർഗെ, സച്ചിൻ പൈലറ്റ് തുടങ്ങിയ മുതിർന്ന കോൺഗ്രസിന്റെ നേതാക്കൾ പ്രചാരണത്തിനായി എത്തുകയും ചെയ്യുന്നു. നമ്മൾ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായുണ്ട് ഇന്ന് സംഭവിച്ചതിൽ. ആദ്യം പോകുന്നത് സലിം മാലിക്കിലേക്ക്. സലിം തത്സമയം ചേരുന്നത്. സലിം, ഏത് മണ്ഡലത്തിൽ നിന്നാണ് തത്സമയം? തിരുവനന്തപുരമാണോ? എനിക്കത് കൃത്യമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ്. തിരുവനന്തപുരത്തെ വിവരങ്ങളാണോ സലിം നൽകാൻ പോകുന്നത്? അനുജ, തിരുവനന്തപുരത്ത് നിന്നാണ് ചേരുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ആവേശം അതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ആര് മുന്നിൽ എന്ന് പോലും അറിയാൻ കഴിയാത്ത വിധത്തിൽ ഒരു അതിഗംഭീരമായ ഒരു ത്രികോണ പോരാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ അത് ശശി തരൂർ തന്നെ ഒരു UDF BJP പോരാണ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ശശി തരൂർ പോലും അത് പറയുന്നില്ല. കാരണം ആ നിലയിൽ കളം LDF പിടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ BJP UDF ഈ 15 വർഷമായി കാത്തുസൂക്ഷിക്കുന്ന കോട്ട പൊളിക്കാൻ കഴിയുമെന്നൊരു ഉറച്ച വിശ്വാസത്തിലാണ്. UDF ആവട്ടെ അത് നിലനിർത്തും എന്നുള്ള നിലയിലാണ്. അങ്ങനെ ആവേശം അതിന്റെ പരമാവധിയിലാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നത്. പല പ്രധാനപ്പെട്ട നേതാക്കളും തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രചരണത്തിന് എത്തുകയും ചെയ്തു. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിർണായകമാവുക തീരദേശ വോട്ടുകളാണ്. ആ തീരദേശ വോട്ടുകൾ ആർക്ക് പോകുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും ഒരു പ്രധാനപ്പെട്ട വിജയസാധ്യത. അതിൽ UDF-ഉം LDF-ഉം ഒന്നും ചെയ്യുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് BJP ആദ്യഘട്ടത്തിൽ തീരദേശം മാത്രം കേന്ദ്രീകരിച്ച് ഒരു പ്രചരണം നടത്തിയിരുന്നു. ആ നിലയിൽ തീരദേശ പ്രദേശങ്ങളിൽ BJP വളരെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ആദ്യ റൗണ്ട് പ്രചരണത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ആത്മവിശ്വാസമൊക്കെ BJP നേതാക്കൾക്കുണ്ടായിരുന്നു. പക്ഷേ അപകടം മണത്തുകൊണ്ട് തന്നെ UDF LDF ക്യാമ്പുകൾ ഈ പ്രദേശത്ത് കാര്യമായി ശ്രദ്ധ ചെലുത്തുകയും ഇപ്പോൾ രണ്ടു കൂട്ടരും ആ മേഖലകളിൽ അവർക്കുണ്ടായിരുന്ന എതിർവികാരത്തെ മാറ്റാനും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ തീരദേശത്ത് എന്ത് സംഭവിക്കുന്നു എന്നതുപോലും ഒരു വലിയ സസ്പെൻസായി നിൽക്കുന്നുണ്ട്. മാത്രമല്ല തലസ്ഥാനത്തെ ഒരു ജാതി സമവാക്യങ്ങൾ വളരെ നിർണായകമായ ഒരു അപ്പർ ക്ലാസ് വോട്ട് ബാങ്ക് കൂടുതലുള്ള തലസ്ഥാനത്ത് ആ നിലയിലുള്ള വോട്ട് എവിടേക്ക് പോകുമെന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ശശി തരൂർ നേടിയിരുന്ന ആ വോട്ട് ഇത്തവണ ശശി തരൂരിന് തന്നെ കൃത്യമായി പോൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോഴും ഈ മണ്ഡലത്തിൽ കാണാനില്ല ശശി തരൂരിനെ, വികസനം എത്തിച്ചിട്ടില്ല എന്നൊരു വലിയ ആരോപണം BJP-യും LDF-ഉം ആദ്യഘട്ടം മുതൽ ഉയർത്തിയിരുന്നു. പക്ഷേ അതിനെ ഒരു പരിധിവരെ മറികടക്കാൻ തരൂരിനായിട്ടുണ്ട് എന്നുള്ളതും UDF ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കോൺഗ്രസ് നേതാക്കളുമായുള്ള പ്രശ്നങ്ങൾ, ചില പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ തന്നെ ശശി തരൂർ നേരിട്ടിരുന്നു. പക്ഷേ അതിനെ വളരെ വേഗം മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് UDF ക്യാമ്പ് കരുതുന്നത്. അതേസമയം ഏറ്റവും അവസാനമാണ് ഇവിടേക്ക് എത്തിയതെങ്കിലും രാജീവ് ചന്ദ്രശേഖർ വളരെ വേഗത്തിൽ കളം പിടിച്ചത് കൊണ്ട് തന്നെ കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്തെത്തിയ BJP-ക്ക് ഇത്തവണ ഇവിടെ 1ാം സ്ഥാനത്ത് എത്താൻ കഴിയുമെന്നൊരു വലിയ പ്രതീക്ഷ BJP-യും മുന്നിൽ വയ്ക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി മോദിയുടെ ഗ്യാരണ്ടി എന്നതിനപ്പുറത്തേക്ക് തിരുവനന്തപുരത്ത് ഒരു കേന്ദ്രമന്ത്രി, തിരുവനന്തപുരത്തിന്റെ പ്രശ്നങ്ങൾ പറയാൻ ഒരാൾ എന്ന നിലയിലാണ് രാജീവ് ചന്ദ്രശേഖർ സ്വയം അവതരിപ്പിക്കുന്നത്. മാത്രമല്ല ഈ മേഖലകളിലൊക്കെ ഈ ശശി തരൂരിനും ഒപ്പം LDF-നും എതിർവികാരമുണ്ടായിരുന്ന മേഖലകളിലൊക്കെ വളരെ വേഗത്തിൽ കടന്നുപോകാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു. അവിടെയൊക്കെ ഓരോ ആളുകളോടും അതത് മേഖലകളുടെ വിഷയത്തിൽ ഉറപ്പ് നൽകുകയും ചില സ്ഥലങ്ങളിൽ ഈ തീരദേശ പ്രദേശങ്ങളിൽ അവിടെ പുലിമുട്ട് നിർമ്മിക്കാമെന്നതിന്റെ ഒരു ഉത്തരവിന്റെ പകർപ്പടക്കം കൊണ്ട് അവിടേക്ക് രാജീവ് ചന്ദ്രശേഖർ വരുന്നതുമൊക്കെ കണ്ടതാണ്. ആ നിലയിൽ അത്തരത്തിലുള്ള ഈ കേന്ദ്രമന്ത്രിയാകും എന്നതുൾപ്പെടെയുള്ള പ്രചാരണങ്ങൾ വോട്ടാകും. മാത്രമല്ല ശശി തരൂരിന്റെ മുൻകാലങ്ങളിൽ ലഭിച്ചിരുന്ന അപ്പർ ക്ലാസ് വോട്ടുകൾ ഉൾപ്പെടെ ഇത്തവണ തനിക്ക് ലഭിക്കും എന്നൊരു വലിയ പ്രതീക്ഷ BJP വെച്ച് പുലർത്തുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ 2 തവണയും മൂന്നാമതായി പോയ LDF, പ്രത്യേകിച്ച് CPI, അതിൽ CPM-ന്റെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടാതിരുന്നതാണ് തങ്ങൾ മൂന്നാമതാകാനുള്ള കാരണം
കാരണമെന്നൊരു വിലയിരുത്തൽ CPI-ക്കുള്ളിൽ തന്നെ കഴിഞ്ഞ 2 തവണയും ഉണ്ടായിരുന്നു. ആ വോട്ടുകളൊക്കെ തന്നെ വീണ്ടും ഇത്തവണ LDF-ലേക്ക് തന്നെ വരുമെന്നൊരു ഉറപ്പ് LDF-ന്റെ ഭാഗത്ത് നിന്ന് പന്ന്യൻ രവീന്ദ്രനും CPI-ക്കൊക്കെ വലിയ ആത്മവിശ്വാസമായി ഇപ്പോഴുണ്ട്. കാരണം പന്ന്യൻ രവീന്ദ്രൻ എല്ലാവർക്കും സമ്മതനായ ഒരു സ്ഥാനാർത്ഥിയാണെന്ന നിലയിൽ അവർ CPIM-ന്റെ സ്ഥാനാർത്ഥിയെ പോലെ തന്നെ CPIM പ്രവർത്തകരും പന്ന്യൻ രവീന്ദ്രനെ കാണുന്നു എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ ഏറ്റവും അവസാനം ഒടുവിൽ BJP ജയിക്കുന്നു എന്നൊരു ട്രെൻഡൊക്കെ വരുമ്പോൾ ക്രോസ് വോട്ടിംഗ് ഒക്കെ നടക്കുന്നു എന്നൊരു വലിയ ആരോപണം ഉണ്ടായിരുന്നു. അതൊന്നും ഇത്തവണ ഉണ്ടാവില്ല. LDF-ന്റെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. ഒപ്പം തന്നെ പന്ന്യൻ രവീന്ദ്രന് അതല്ലാതെ തന്നെ സമാഹരിക്കാൻ കഴിയുന്ന നിഷ്പക്ഷ വോട്ടുകളുണ്ട്. അതുകൂടി ലഭിച്ചതോടുകൂടി 3ാം സ്ഥാനത്ത് നിന്ന് വളരെ വേഗത്തിൽ 1ാം സ്ഥാനത്തിലേക്ക് കുതിച്ചുയരാൻ കഴിയും എന്നുള്ളതാണ് LDF-ന്റെയും ഒരു ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിന് പരമായി പല ദേശീയ നേതാക്കളും LDF-ഉം ഒപ്പം BJP-യും UDF-ഉം ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തു. ദേശീയ നേതാക്കളുടെയൊക്കെ ഒരു വലിയ നിരയായിരുന്നു. മാത്രമല്ല ഒരു താരമണ്ഡലം എന്ന നിലയിൽ ഒരു കാടിളക്കിയുള്ള പ്രചരണം കണ്ട നാളുകളാണ് കടന്നുപോയത്. അതിനൊടുവിലാണ് നാളെ കൂടി കഴിയുമ്പോൾ നാളെ മല്ലികാർജ്ജുൻ ഖാർഗെ AICC പ്രസിഡന്റ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട്. ഒപ്പം ഇന്നിപ്പോൾ സച്ചിൻ പൈലറ്റ് തിരുവനന്തപുരത്തുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം തന്നെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഉൾപ്പെടെയുള്ളവരൊക്കെ വന്നുപോയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ കാലയളവാണ് നാളെ സമാപിക്കുന്നത്. അതിന്റെ ആവേശം അതിന്റെ ഏറ്റവും പരമാവധിയിൽ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് തുടക്കം പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ പറയുമ്പോൾ ആർക്കെങ്കിലും ഒരു എഡ്ജ് വേണമെങ്കിൽ നമുക്ക് പ്രവചിക്കാമായിരുന്നെങ്കിൽ ഏറ്റവും ഒടുവിൽ അതല്ല സ്ഥിതി. ആർക്കും ഒരു എഡ്ജും പ്രവചിക്കാൻ കഴിയാത്ത അത്രയും നെക്ക് ടു നെക്ക് ത്രികോണ പോരാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അനുജ, അതാണ് കടുത്ത ത്രികോണ മത്സരം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ഇപ്പോൾ മത്സരം ആർക്ക് അനുകൂലമായി ഇതിന്റെ ജനവിധി വരും എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സലിം മാലിക് നൽകിയ വിവരം. ഏതാണ്ട് അതേ രീതിയിൽ തന്നെ പ്രചാരണം നടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. അവിടെയും ശക്തമായ ത്രികോണ മത്സരമാണ്. ഇന്നിപ്പോൾ 3 സ്ഥാനാർത്ഥികളുമായും സംസാരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഗിരീഷാണ് വിശദാംശങ്ങളുമായുള്ളത്. ഗിരീഷ്, നമ്മൾ 3 സ്ഥാനാർത്ഥികളോടും സംസാരിക്കുമ്പോഴും 3 പേരും വലിയ ആത്മവിശ്വാസത്തിലാണ്. നേരത്തെ സലിം സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് ഓരോരുത്തർക്കും പ്രതികൂലമായി വരുന്ന ഘടകങ്ങൾ എന്ത് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഏത് തരത്തിലേക്ക് മാറ്റിയെടുക്കാം, തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കാം എന്ന തരത്തിലേക്കാണോ അവസാന ഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥികൾ ചെന്നെത്തിയത്? അനുജ, ആറ്റിങ്ങലിൽ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. ദിവസങ്ങൾ നീണ്ട പ്രചരണം. പ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയാകുമ്പോഴും ഈ പ്രചരണത്തിൻ്റെ ആവേശത്തിന് തെല്ലും കുറവില്ല. നേരിട്ട് കാണാൻ പറ്റുന്ന വോട്ടർമാരെ കാണുക, അതോടൊപ്പം തന്നെ വിട്ടുപോയ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുക, സംശയമുള്ള സ്ഥലങ്ങളിൽ വീണ്ടും സന്ദർശനം നടത്തി വോട്ടുറപ്പിക്കുക, വോട്ടർമാരെ പരമാവധി നേരിൽ കണ്ട് തങ്ങൾക്ക് ഓരോരുത്തർക്ക് ലഭിക്കുന്ന വോട്ടുകൾ പരമാവധി ഉറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികളും. അനുജ നേരത്തെ സൂചിപ്പിച്ച പോലെ 3 സ്ഥാനാർത്ഥികളുമായും നമ്മൾ ഇന്ന് സംസാരിക്കുകയുണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനം മണ്ഡലത്തിലെ വികസന മുരടിപ്പ് തന്നെ ഒരു വലിയ ചർച്ചയാക്കി എടുക്കുകയാണ് LDF-ഉം അതോടൊപ്പം തന്നെ BJP-യും ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ തവണ UDF-ന് ഒരു അട്ടിമറി ജയമാണ് ആറ്റിങ്ങൽ സമ്മാനിച്ചത്. ആ അട്ടിമറി ജയം ഇത്തവണയും നിലനിർത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് UDF സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശ് പ്രതീക്ഷ പങ്കുവെക്കുന്നത്. അതിന് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം താൻ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസനങ്ങളാണ്. ഓരോ വോട്ടർമാരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് താൻ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടപ്പാക്കിയത് എന്നുള്ളതാണ് അടൂർ പ്രകാശ് പറയുന്നത്. എന്നാൽ LDF ഇതിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് LDF മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതോടൊപ്പം കഴിഞ്ഞ തവണ ഉണ്ടായ തോൽവി തങ്ങൾ ഇത്തവണ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ അതിനെ മറികടക്കും, ആ വോട്ടുകളെ എല്ലാം തന്നെ LDF-ന് അനുകൂലമാക്കി മാറ്റും എന്നും LDF സ്ഥാനാർത്ഥി വി ജോയി അവകാശപ്പെടുന്നുണ്ട്. അതേസമയം BJP-യിലേക്ക് വന്നാൽ BJP-ക്ക് തങ്ങളുടെ അഭിമാന പ്രശ്നമാണ് ഈ മണ്ഡലം. കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച മണ്ഡലങ്ങളിലൊന്നായി ആറ്റിങ്ങൽ മാറുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഇത്തവണ ആറ്റിങ്ങലിൽ വലിയ വിജയപ്രതീക്ഷ ഈ മുന്നണികൾ വെച്ചു പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടർമാരെ പരമാവധി നേരിൽ കണ്ടുകൊണ്ട് ഈ വോട്ട് അഭ്യർത്ഥിക്കുക, വോട്ട് തങ്ങളുടേതാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും ലക്ഷ്യമിടുന്നത്. അപ്പോഴും മണ്ഡലത്തിൽ സജീവമായി വരുന്ന ചില വിഷയങ്ങളുണ്ട്. അത് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയാണ്. ഇത് 1 ലക്ഷത്തോളം ഇരട്ട വോട്ടുകൾ ഈ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഇത് LDF കള്ളവോട്ട് ചെയ്യാനായി ഉപയോഗിക്കും എന്നുള്ള ഒരു ആശങ്കയും പരാതിയുമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ വെച്ചത്. ഇന്നും 24-ന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ അതിനെ പാടെ നിഷേധിക്കുകയാണ് LDF. ഒരു പരാജയ ഭീതിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു ആരോപണം UDF സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് LDF സ്ഥാനാർത്ഥി വി ജോയി പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി മൂടിവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം
ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നും ബി ജോയ് പറയുന്നു. ഇത്തരത്തിൽ വി മുരളീധരൻ BJP സ്ഥാനാർത്ഥി വി മുരളീധരനിലേക്ക് വന്നാൽ താൻ മന്ത്രിയായതിനു ശേഷം മോഡി സർക്കാർ ചെയ്ത കേരളത്തിന് വേണ്ടി നടപ്പാക്കിയ വികസനങ്ങളുടെ ഒരു പങ്ക് തനിക്കും അവകാശപ്പെട്ടതാണ് എന്ന് എടുത്തു പറയുമ്പോൾ ആറ്റിങ്ങലിൽ ഉണ്ടായ വികസനത്തിൻ്റെ ഒരു പങ്ക് അദ്ദേഹവും അവകാശപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും വലിയ തരത്തിലുള്ള അവകാശവാദങ്ങൾ, അതോടൊപ്പം തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ, കള്ളവോട്ട്, ഇരട്ട വോട്ട്, വോട്ടിന് പണം തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ചയായ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. അതുകൊണ്ട് തന്നെ ഇത്തവണ പ്രചാരണം അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോഴും വളരെ ശക്തമായ പ്രചരണവും കടുത്ത മത്സരവും തന്നെയാണ് ആറ്റിങ്ങലിൽ നടക്കുന്നത്. അനുജ, അതെ, ആറ്റിങ്ങലിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോൾ ഏതാണ്ട് എല്ലാ വിഷയങ്ങളിലും സംസ്ഥാന തലത്തിൽ നടക്കുന്നത്, ദേശീയ തലത്തിൽ നടക്കുന്നത്, പ്രാദേശിക വികസനം, അങ്ങനെ ഏതാണ്ട് എല്ലാ വിഷയങ്ങളും അവിടെ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ്. മൂന്ന് മുന്നണികളും ശുഭപ്രതീക്ഷയിലുമാണ്. ഇനി നമ്മൾ പോകുന്നത് വടകരയിലേക്കാണ്. മിഥില ബാലൻ വിവരങ്ങളുമായി. മിഥില, വടകരയിൽ പ്രചാരണം ഇപ്പോൾ അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോൾ അത് എങ്ങനെയാണ് പരിണമിച്ചിരിക്കുന്നത്? നമുക്കറിയാം, അനഭിലഷണീയമായ പ്രവണതകൾ പോലും ഇതിനിടയിൽ കടന്നുകൂടുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും ഉന്നയിക്കുന്നുണ്ട് പ്രധാനമായി? അനുജ, കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. നമ്മൾ തുടക്കത്തിൽ മുതൽ കണ്ടതാണ്. ഈ സ്ഥാനാർത്ഥികൾ വടകരയിൽ എത്തിയത് മുതൽ ആൾക്കൂട്ടങ്ങൾ ഇറങ്ങിയുള്ള ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ആൾക്കൂട്ടങ്ങൾ ഇറങ്ങിയുള്ള ഒരു പ്രചാരണമായിരുന്നു കണ്ടത്. TP വധം, കോവിഡ് അഴിമതി, വ്യക്തിഹത്യ, അങ്ങനെ പ്രചാരണ വിഷയങ്ങൾ നിരവധി ഉണ്ടായിരുന്നു വടകരയിൽ. അവസാനം പറഞ്ഞ വ്യക്തിഹത്യ നിയമ നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. വ്യക്തിഹത്യ ഇരുവിഭാഗങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളിൽ മുഴുകി. അതേസമയം തന്നെ പ്രചാരണ രംഗത്ത് ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുമ്പോഴും പ്രചാരണം വലിയ രീതിയിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് വടകരയിൽ കാണാൻ കഴിഞ്ഞത്. ചെറിയ ചെറിയ സ്വീകരണ കേന്ദ്രങ്ങളിൽ പോലും ആൾക്കൂട്ടങ്ങളെത്തി വലിയ സ്വീകരണമാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഈ ആൾക്കൂട്ടങ്ങളെല്ലാം വോട്ടാകും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇടത് വലത് മുന്നണികളുള്ളത്. ഒപ്പം വടകരയിലെ തന്നെ ഒരാൾ ആണ് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രഫുൽ കൃഷ്ണൻ. വടകരയിലെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ വടകരയിൽ നിന്നുള്ള യുവാക്കളുടെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ തനിക്ക് സമാഹരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണുള്ളത്. വടകരയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ശാപമോക്ഷം ഉണ്ടാകും എന്നാണ് അല്പസമയം മുമ്പ് പ്രഫുലിനെ കണ്ടപ്പോൾ പ്രഫുൽ പറഞ്ഞത്. വികസന വിഷയങ്ങൾ, അതായത് പ്രധാനമായും LDF സ്ഥാനാർത്ഥി മുന്നോട്ട് വെച്ച ഒരു കാര്യം, സിറ്റിംഗ് MP ആയ K മുരളീധരന്റെ ഭാഗത്തും യാതൊരു തരത്തിലുള്ള വികസനവും ഇവിടെ നടന്നിട്ടില്ല. ഹാർബർ വികസനം ഉണ്ടായില്ല, റെയിൽവേ സ്റ്റേഷൻ വികസനം ഉണ്ടായില്ല. ഇത്തരത്തിൽ വികസന മുരടിപ്പാണ് മണ്ഡലത്തിൽ ഉണ്ടായത് എന്ന ഒരു പ്രചാരണ വിഷയമായിരുന്നു. അതായത് വികസന മുരടിപ്പ് പ്രധാന വിഷയമാക്കി LDF സ്ഥാനാർത്ഥി മുന്നോട്ട് പോയപ്പോൾ UDF സ്ഥാനാർത്ഥി ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണം തുടങ്ങിയത് TP ചന്ദ്രശേഖരന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നായിരുന്നു. ഇത്തരത്തിൽ ഷാഫി പറമ്പിൽ പ്രചാരണം തുടങ്ങിയത്. അതുതന്നെ കൃത്യമായ ഒരു പ്രചാരണത്തിലെ വിഷയം ഇതുതന്നെയാകും എന്ന ഒരു സൂചന നൽകിക്കൊണ്ടായിരുന്നു ആദ്യഘട്ടം മുതൽ തുടങ്ങിയത്. TP ചന്ദ്രശേഖരൻ വധം ആദ്യഘട്ടത്തിൽ പ്രചാരണ വിഷയമാക്കി, പിന്നീട് കോവിഡ് അഴിമതിയിലേക്കെത്തി. അത്തരത്തിൽ ഓരോ വിഷയങ്ങൾ, ഏറ്റവും മുന്നിൽ പാനൂർ ബോംബ് സ്ഫോടനം ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു മണ്ഡലമാണ്. എന്തുതന്നെയായാലും ഈ പ്രചാരണത്തിലെല്ലാം കണ്ട ആൾക്കൂട്ടം വോട്ടാകും എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ഇടത് വലത് മുന്നണികൾ. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്നിപ്പോൾ കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഇന്ന് അവസാനവട്ട പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാം ഉള്ളത്. വിട്ടുപോയ ആളുകളെ കാണുന്നു, അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ ചെറിയ ചെറിയ സ്വീകരണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ എത്തി വോട്ട് ചോദിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നാളെ കൊട്ടിക്കലാശം നടക്കുന്ന നാളെ റോഡ് ഷോയാണ് മൂന്ന് മുന്നണികളും തീരുമാനിച്ചിട്ടുള്ളത്. കൊയിലാണ്ടിയിൽ നിന്ന് റോഡ് ഷോ ആരംഭിക്കുന്നു, തലശ്ശേരിയിൽ അവസാനിക്കുന്നു. ഈ രീതിയിലാണ് ഇടത് വലത് NDA സ്ഥാനാർത്ഥികൾ റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത്. കൊട്ടിക്കലാശത്തിന് മുൻപ് തന്നെ ഈ റോഡ് ഷോ അവസാനിക്കും. അത്തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മൂന്ന് മുന്നണികളും അവർക്ക് പോസിറ്റീവായി കരുതുന്ന ഒരു കാര്യമെന്നത് ദേശീയ നേതാക്കളെ ഇവിടെ എത്തിച്ചു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷത്തിന് വേണ്ടി എത്തി. രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ NDAക്ക് എത്തി. മാത്രമല്ല DK ശിവകുമാറിനെ എത്തിക്കാൻ വലത് ക്യാമ്പിനും കഴിഞ്ഞു. ഇത്തരത്തിൽ ദേശീയ നേതാക്കളെ എത്തിച്ചുകൊണ്ടുള്ള ജനങ്ങളിൽ ആവേശം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണം തന്നെയാണ് മൂന്ന് മുന്നണികൾക്കും കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുക എന്ന ഒരു കടമ്പയാണ് മുന്നണികൾക്ക് മുന്നിലുള്ളത്. അത്തരത്തിലുള്ള നടപടികൾ, ഒരു ഭാഗത്ത് സ്ക്വാഡ് പ്രവർത്തനവുമായി അത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഒരു കൊട്ടിക്കലാശത്തിനായുള്ള മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ അവസാനവട്ട വോട്ടർമാരെ കണ്ട് വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ് ഇടത് വലത് NDA സ്ഥാനാർത്ഥികളുള്ളത്. അനുജ, അതാണ് വടകരയിൽ ഇപ്പോൾ അസാധാരണമായ രീതിയിലേക്കൊക്കെ ഈ പ്രചാരണം പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവസാന മണിക്കൂറുകളിലും കൊമ്പ് കോർത്തുള്ള പ്രചാരണത്തിലേക്ക് മൂന്ന് മുന്നണികളും കടന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് മിഥില ബാലൻ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് കോട്ടയത്തേക്കാണ്. അവിടെ നിന്ന്
തുഷാർ വെള്ളാപ്പള്ളിയുടെ ഒരു പ്രതികരണം വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കോട്ടയത്ത് ലവ് ജിഹാദ് എന്നുള്ളത് പ്രചാരണ വിഷയമാക്കുന്നത് സഭാ നേതൃത്വത്തിന്റെ അറിവോടെയാണ് എന്നുള്ളതാണ് NDA സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. ഭയത്തോടെയാണ് ജീവിക്കുന്നത് എന്ന് ക്രൈസ്തവ സഭാ നേതാക്കൾ പറഞ്ഞു. ക്രൈസ്തവ സമൂഹത്തിന്റെ ആകെ നിലപാടുകളായി ദീപികയുടെ മുഖപ്രസംഗങ്ങളെ കാണാൻ കഴിയില്ല എന്നും തുഷാർ വെള്ളാപ്പള്ളി 24-നോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയാണ് 24-നൊപ്പം ചേരുന്നത്. നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് താങ്കളുടെ സ്ഥിരം പ്രസംഗ വേദികളിലും അല്ലെങ്കിൽ വാർത്താ സമ്മേളന വേദികളിലും കേൾക്കുന്നത് ലവ് ജിഹാദാണ്. മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് താങ്കൾ അതൊരു വിഷയമാക്കി തെരഞ്ഞെടുപ്പിലേക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് എന്നാണ് വിമർശനം. എങ്ങനെ പ്രതികരിക്കുന്നു? ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ പറഞ്ഞിട്ടുള്ളത് റബ്ബറിന്റെ കോട്ടയത്തെ വിഷയം, അതുപോലെ തന്നെ പിൽഗ്രിം ടൂറിസം സർക്യൂട്ടുകൾ, അതുപോലെ നെല്ല് കർഷകന്റെ വിലയുടെ പ്രശ്നം, അതുപോലെ ടൂറിസം. ഈ മൂന്നാല് കാര്യങ്ങളാണ് പ്രധാനമായും ഞാൻ മുമ്പോട്ട് വയ്ക്കുകയുണ്ടായത്. പക്ഷെ അതിനുശേഷം ഞാനിവിടെയുള്ള പ്രധാനപ്പെട്ട ചർച്ചുകളിലും സഭകളിലും അവിടെ പിതാക്കന്മാരും ഒക്കെ ആയിട്ട് കണ്ടപ്പോൾ ഭയപ്പെട്ടാണ് ഇവിടുത്തെ പല അച്ഛന്മാരും കാര്യങ്ങൾ ജീവിക്കുന്നെന്നുള്ളതും, അതുപോലെ ലവ് ജിഹാദ് എന്ന് പറയുന്ന കാര്യത്തിലൂടെ ഒരുപാട് കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, 4000-ഓളം കുട്ടികളെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഉൾപ്പെടെയുള്ള ഭയാനകരമായിട്ടുള്ള കാര്യങ്ങൾ അവരെന്നോട് ഷെയർ ചെയ്യുണ്ടായി. സഭയുടെ നിയന്ത്രണത്തിലുള്ള ദീപിക തുടർച്ചയായി എഡിറ്റോറിയൽ എഴുതുകയാണ്. ഈ വിഷയത്തിൽ താങ്കൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. BJPക്ക് എതിരാണ് എഡിറ്റോറിയൽ പ്രത്യക്ഷമായി തന്നെ. അല്ല, സഭയ്ക്ക് മുഴുവൻ എല്ലാ സഭകൾക്കും ദീപിക അല്ലല്ലോ ഉത്തരവ്. കാര്യം ദീപിക പ്രത്യേക ഒരു വിഭാഗത്തിന്റെ മാത്രമാണ്. മറ്റുള്ള എല്ലാ സഭകളും ഞങ്ങൾ സപ്പോർട്ട് ചെയ്താണല്ലോ നിൽക്കുന്നത്. അപ്പോൾ നന്ദി ശ്രീ തുഷാർ വെള്ളാപ്പള്ളി. അപ്പോൾ ഇതാണ് ഏതാണ്ട് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് 40 മുതൽ 45% വരെ വോട്ട് നേടി അധികാരത്തിലേക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്ന് പാർലമെന്റിലേക്ക് പോകുമെന്നാണ് NDA സ്ഥാനാർത്ഥി ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. വിജയകുമാർ കോട്ടയത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി. വിജയകുമാർ, ഇന്നിപ്പോൾ ഈ NSS അവരുടെ എക്കാലത്തെയും പോലെ തന്നെയുള്ള ക്രീം സമദൂര നിലപാട് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കർശന സമദൂരം എന്ന തരത്തിലേക്ക് ഇക്കുറി കർക്കശമാക്കുകയും ചെയ്യുന്നു. ഒപ്പം ഓർത്തഡോക്സ് സഭയും സമാന നിലപാട് സമദൂരം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ NDA സ്ഥാനാർത്ഥിയുടെ ഒരു ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് അത് സഭാ നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഈ വിഷയം താൻ ഉന്നയിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇപ്പോൾ 3 മുന്നണികളുടെയും പ്രചാരണം പ്രധാനമായും ഏതൊക്കെ വിഷയത്തിൽ ഊന്നിയായിരുന്നു? ഏറ്റവും ഒടുവിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് തോമസ് ചാഴികാടനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണയൊക്കെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുള്ള UDF അണികൾ അല്ലെങ്കിൽ UDFൽ വോട്ട് ചെയ്യുന്ന ആളുകൾ, വോട്ടേഴ്സ്, അവർക്കൊക്കെ ഒരു ആശങ്കയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു കൺഫ്യൂഷൻ ഉള്ളതായി, ആശയക്കുഴപ്പമുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ഒരു ആശങ്ക തോമസ് ചാഴികാടൻ ഉണ്ടോ? കഴിഞ്ഞ തവണ വരെ തനിക്ക് കിട്ടിയ വോട്ടുകൾ ഇക്കുറി താൻ LDFലായതുകൊണ്ട് ലഭിക്കാതെ പോകുമോ എന്നുള്ള ആശങ്ക അദ്ദേഹത്തിനുള്ളതായി അറിയാമോ? എന്താണ് ഫ്രാൻസിസ് ജോർജിന്റെ പ്രതീക്ഷ? അനുജ ചോദിച്ചതുപോലെ ഈ മുന്നണി മാറ്റത്തിന്റെ വലിയ ചർച്ചകൾ ഇവിടെ നടക്കുന്നുണ്ട് കോട്ടയത്ത്. പക്ഷെ അതിലേറെ പ്രധാനം ആ മുന്നണി മാറ്റം എന്നത് ഇവിടുത്തെ വോട്ടർമാരിൽ, സാധാരണ വോട്ടർമാരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആശയക്കുഴപ്പം വലുതാണ്. കാരണം 2 ചിഹ്നത്തിലാണ് ചാഴികാടൻ ഇത്തവണയും ജനവിധി തേടുന്നത്. അദ്ദേഹം UDFൽ നിന്ന് LDFലേക്ക് പോയപ്പോഴും UDFൽ അദ്ദേഹം വോട്ട് തേടി ജയിച്ച 2 ചിഹ്നം അദ്ദേഹത്തോടൊപ്പമുണ്ട്. പല ഫ്ലെക്സ് ബോർഡുകളിലും തോമസ് ചാഴികാടൻ 2 ചിഹ്നത്തിൽ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ കാര്യം എഴുതിയിരിക്കുന്നത്. മുന്നണി എഴുതിയിട്ടില്ല. അതൊക്കെ വോട്ടർമാരെ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ് എന്നാണ് കോൺഗ്രസ് UDF കേന്ദ്രങ്ങൾ ആരോപിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി തന്നെ അദ്ദേഹം ജനവിധി തേടുന്ന പ്രതീതി UDFന് വലിയ ആധിപത്യമുണ്ടെന്ന് പൊതുവെ കരുതുന്ന കോട്ടയത്ത് ഉണ്ടാക്കാൻ LDF സ്ഥാനാർത്ഥി ശ്രമിക്കുന്നുവെന്ന വിമർശനം കോൺഗ്രസ് UDF കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ രാഹുൽ ഗാന്ധിയുടെ കോട്ടയം സന്ദർശനത്തിന് അന്ന് രാവിലെ തോമസ് ചാഴികാടൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നത് എനിക്ക് ഗുണം ചെയ്യും, അദ്ദേഹം ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത്, അതുകൊണ്ട് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത് എനിക്ക് വേണ്ടി കൂടിയാണ് എന്ന് ചാഴികാടൻ ഒരു പടി കൂടി കടന്നു പറഞ്ഞതും ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കി വോട്ട് തന്റെ ഒപ്പം പോരട്ടെ എന്ന ലക്ഷ്യത്തോടെയാണെന്ന് UDF ക്യാമ്പ് വിമർശിക്കുന്നുണ്ട്. തന്നെയുമല്ല, രാഹുൽ ഗാന്ധി വന്ന ദിവസം ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥിയെ വേദിയിൽ പരിചയപ്പെടുത്തിയില്ല, അദ്ദേഹത്തോടൊപ്പം കൈ ഉയർത്തിയില്ല രാഹുൽ ഗാന്ധി, അദ്ദേഹത്തെ മെൻഷൻ ചെയ്തതേ ഉള്ളൂ എന്നൊക്കെ LDF കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ UDF ക്യാമ്പിലെ വോട്ട് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കി LDFലേക്ക് പോകാൻ പറ്റുമോ എന്ന ഉപായം LDF നോക്കുന്നു എന്ന വിമർശനം UDF കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ 2 ചിഹ്നം LDFന് ഒരു അഡ്വാൻറ്റേജ് ആണ്. വളരെ വൈകിയാണ് ഫ്രാൻസിസ് ജോർജിന് ഓട്ടോറിക്ഷ ഒരു ചിഹ്നമായി ലഭിച്ചത്. ആ ചിഹ്നം പരിചയപ്പെടുത്താനാണ് ഈ അവസാന ലാപ്പിൽ ഫ്രാൻസിസ് ജോർജ് ശ്രമിക്കുന്നത്. പക്ഷേ വലിയ ആത്മവിശ്വാസം ഫ്രാൻസിസ് ജോർജിനുണ്ട്. ഇത് കോൺഗ്രസിന്റെ UDFന്റെ ഒക്കെ വലിയ സ്വാധീന മേഖലയാണ് കോട്ടയം. അതുകൊണ്ട് കോട്ടയത്ത് മുന്നണിയാണ് പ്രധാനം.
പാർട്ടിയാണ് പ്രധാനം. അതുകൊണ്ട് അതിൽ ആശങ്കപ്പെടാനൊന്നുമില്ല എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. രണ്ട് മുന്നണികളും വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോൾ ഒരു അടിയൊഴുക്കിന്റെ സൂചന ആണ് NDA സ്ഥാനാർത്ഥി നൽകുന്നത്. അദ്ദേഹത്തിന്റെ സമുദായ പ്രവർത്തന പശ്ചാത്തലമൊക്കെ ചൂണ്ടിക്കാട്ടി SNDP സമുദായത്തിന്റെ SNDP ശാഖായോഗങ്ങളുടെ ഒക്കെ പിന്തുണ തനിക്കുണ്ട് എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് പറഞ്ഞത്. ആ മട്ടിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എന്ന് നമ്മൾ മൂന്നുപേരെയും കണ്ടിരുന്നു. നേരത്തെ അനുജ പറഞ്ഞതുപോലെ തുഷാർ ഈ ലവ് ജിഹാദ് ഉയർത്തുന്നത് ക്രൈസ്തവ സഭകളുടെ അറിവോടെ എന്നല്ല, നിർദ്ദേശപ്രകാരമാണെന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അവരോട് നിർദ്ദേശിച്ചനുസരിച്ചാണ് ആ വിഷയം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 4000-ലധികം പെൺകുട്ടികൾ ആ നിലയിൽ അതിനിരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ സഭാ നേതൃത്വം തന്നോട് പറഞ്ഞു എന്നാണ് തുഷാർ അവകാശപ്പെടുന്നത്. അതിനൊക്കെ തെളിവ് അവരുടെ പക്കലുണ്ട്, സഭാ നേതൃത്വത്തിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് താൻ അത് ഉന്നയിക്കുന്നതിൽ സഭയ്ക്ക് വിയോജിപ്പില്ല, അതിൽ സഭ തനിക്കൊപ്പമാണ്, അവരുടെ ആവശ്യപ്രകാരമാണ് ഇത് ഉന്നയിക്കുന്നത്. ഇവിടെ ജീവിക്കാൻ ഭയമാണ് എന്ന് സഭാപിതാക്കന്മാർ തന്നോട് പറഞ്ഞു. ആരെങ്കിലും സഹായിക്കാൻ ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആശിച്ചു പോകുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ആ പ്രചാരണം അങ്ങനെയും നടക്കുന്നു. എന്തായാലും അതുകൂടാതെ മറ്റൊന്ന് NSSന്റെ നിലപാട് തന്നെയാണ്. കർക്കശ സമദൂരം എന്ന ഒരു പടി കൂടി കടത്തിയാണ് ജി സുകുമാരൻ നായർ NSS ജനറൽ സെക്രട്ടറി രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഒരു മുന്നണിയോടും ഏതെങ്കിലും മമതയോ വിദ്വേഷമോ ഇല്ല. NSSന്റെ പ്രവർത്തകർ എല്ലാ മുന്നണിയിലുമുണ്ട്. അതുകൊണ്ട് അവരുടെ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിൽ സമുദായം എന്ന നിലയിൽ, സമുദായ സംഘടന നേതൃത്വം എന്ന നിലയിൽ ഇടപെടുന്നില്ല. പെരുന്നയിൽ നിന്ന് താലൂക്ക് യൂണിയനുകളിലേക്കോ കരയോഗങ്ങളിലേക്കോ ഒരു നിർദ്ദേശവും പോയിട്ടില്ല. അവർക്ക് ഏത് പാർട്ടിക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം. നാടിന്റെ പൊതു നന്മയെ കരുതി വോട്ട് രേഖപ്പെടുത്തണം എന്നത് മാത്രമാണ് ഒരു പൊതു നിർദ്ദേശമായി മുന്നോട്ട് വെക്കാനുള്ളത് എന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞു. മുൻകാലങ്ങളിലേതുപോലെ ഏതെങ്കിലും ഒരു വിവാദത്തിലേക്ക് സമുദായ നേതൃത്വം അതിനെ വലിച്ചിഴക്കാൻ ആരും ശ്രമിക്കേണ്ട, അതിന് നിന്നുകൊടുക്കില്ല. അത് സമുദായ പ്രവർത്തനം വേറെ, രാഷ്ട്രീയ പ്രവർത്തനം വേറെ എന്ന നിലയിൽ തന്നെ കാണും. അത് യുക്തമായ തീരുമാനം സമുദായ അംഗങ്ങൾക്ക്, സമുദായ പ്രവർത്തകർക്ക് കൈക്കൊള്ളാമെന്നാണ് ജി സുകുമാരൻ നായർ പറഞ്ഞത്. ഒരു പടി കൂടി കടന്നാണ് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ആർക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യത്തിൽ സഭാംഗങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്, അവരത് ചെയ്യും. സമദൂരമാണ് സഭയുടെ നിലപാട്. പക്ഷേ സമീപകാല സാഹചര്യമൊക്കെ കണക്കിലെടുത്തൊരു തീരുമാനം സഭാ വിശ്വാസികൾ കൈക്കൊള്ളും. ഈ പള്ളിത്തർക്കം അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ എന്ന ചോദ്യത്തോട് അക്കാര്യത്തിലുള്ള അതൃപ്തി പലപ്പോഴും പരസ്യമാക്കിയിട്ടുള്ളതാണല്ലോ, അത് വീണ്ടും പറയേണ്ടതില്ലല്ലോ എന്നാണ് ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പറഞ്ഞത്. അതിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാത്തതിൽ അതൃപ്തിയുണ്ട്. അക്കാര്യത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചു, തീരുമാനമുണ്ടായിട്ടില്ല. ഇനിയും ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകും. പക്ഷേ നീതിയും ന്യായവും നടപ്പാക്കണമെന്ന് മാത്രമേ സഭാ നേതൃത്വത്തിന് പറയാനുള്ളൂ. അത് നടപ്പാക്കുമെന്ന് ഉറപ്പുവരുത്തും ബാധ്യതയുണ്ട് സഭാ നേതൃത്വത്തിന്. അപ്പോൾ ഇതൊക്കെ വോട്ട് ചെയ്യുമ്പോൾ കണക്കിലെടുക്കും എന്നാണ് അദ്ദേഹവും പറഞ്ഞത്. അതല്ലാതെ ഏതെങ്കിലും ഒരു മുന്നണിയോ ഏതെങ്കിലും ഒരു നേതാവിനോ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കോ വോട്ട് ചെയ്യണമെന്ന ഒരു പൊതു നിർദ്ദേശം സഭ മുന്നോട്ട് വെക്കുന്നില്ല. മണിപ്പൂർ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് ഗോത്ര പ്രശ്നമാണ്, അതിനെ മതവൽക്കരിക്കാൻ ശ്രമിക്കേണ്ട ആരും, പ്രതിപക്ഷവും ഭരണപക്ഷവും അത് ആ മുറിവ് ആഴത്തിൽ വലുതാക്കാൻ ശ്രമിക്കേണ്ട, അതിൽ മുളക് തേക്കാൻ ശ്രമിക്കേണ്ട, അതിനെ തണുപ്പിക്കാനും. കോട്ടയത്ത് നിന്ന് വന്ന രണ്ട് ബ്രേക്കുകളാണ്. അതായത് NSSും ഓർത്തഡോക്സ് സഭയും സമദൂര നിലപാട് എന്നുള്ളത് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കൗതുകകരമായൊരു മത്സരം കൂടി നടക്കുന്ന ഇടമാണ്. കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. അത് തന്നെ കഴിഞ്ഞ തവണ തോമസ് ചാഴികാടൻ UDFന് വേണ്ടി മത്സരിച്ച് ജയിച്ചുവെങ്കിൽ ഇക്കുറി അദ്ദേഹം LDFനൊപ്പമാണ്. എന്നാൽ പലയിടത്തും LDF സ്ഥാനാർത്ഥി എന്ന് പറയാതെ രണ്ടില ചിഹ്നം മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹം വോട്ട് തേടുന്നു. ഇതൊരു തന്ത്രമാണ് എന്നുള്ള ആരോപണം UDF ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വലിയ പ്രതീക്ഷയിൽ ഈ രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളുമുണ്ട്. അടിയൊഴുക്കുകളിൽ കണ്ണുനട്ടാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രചാരണം. ഇനി നമ്മൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിൽ 3 സ്ഥാനാർത്ഥികളുമായും ഇന്നിപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഗോപികൃഷ്ണന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലായി വന്നത് സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ്. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി. അദ്ദേഹം പറയുന്നത് തൃശ്ശൂർ പൂര വിവാദം അവിടെ ഒരു പ്രചാരണ വിഷയമാകില്ല എന്നുള്ളതാണ്. വികസനം തന്നെയാണ് തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം എന്നുള്ളതാണ്. വികസനമാണ് തൃശ്ശൂരിലേക്ക് വരേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം 24നോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി എന്നോടൊപ്പം. ശ്രീ സുരേഷ് ഗോപി, ഇപ്പോൾ ലാസ്റ്റ് ലാപ്പിലേക്ക് കടക്കുകയാണ്. അപ്പോൾ വിജയപ്രതീക്ഷ, അതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്താണ് താങ്കൾ സംബന്ധിച്ച്? ഗംഭീര പൾസാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്, വോട്ടേഴ്സിൽ നിന്ന് ലഭിക്കുന്നത്. അത് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഈ 3 സ്ഥാനാർത്ഥികളുടെയും ടാഗ് ലൈൻസ് നോക്കുകയാണ്. ഇപ്പം നാടിനെ അറിയുന്നയാൾ നാടിനെ നയിക്കട്ടെ എന്ന് VS സുനിൽകുമാറിന്, തൃശ്ശൂരിന്റെ പുത്രൻ K മുരളീധരൻ, ഒരു കേന്ദ്രമന്ത്രി എന്നതാണ് താങ്കളുടെ പേര്. വേറെ ഒരു കാൻഡിഡേറ്റിനെയും കാണുന്നില്ല, അവരുടെ പേര് ഞാൻ ഉച്ചരിച്ചിട്ടില്ല. ഞാൻ ചോദിച്ച ടാഗ് ലൈനിനെ കുറിച്ചാണ്. അല്ല, അതാ പറഞ്ഞ അവരുടെ ടാഗ് ലൈൻ അല്ല എൻ്റെ പ്രധാന വിഷയം. ഈ ടാഗ് ലൈൻസ് ഒക്കെ കഴിഞ്ഞ ഇലക്ഷൻ ഉണ്ടായിരുന്നോ? 2019 ടാഗ് ലൈൻസ്? 2014 വാഗ്ദാനങ്ങളുണ്ടായിരുന്നോ? എന്ത് വാഗ്ദാനമാണ് കൊടുത്തത്, എന്ത് വാഗ്ദാനമാണ് നിറവേറ്റിയത്?
5 വർഷത്തേക്ക് ഒരു MP യെ തിരഞ്ഞെടുക്കുന്നത് പോയി പുസ്തകം വലിച്ചു കീറി എറിയാൻ മാത്രമാണോ? ചില മതമുദ്രകൾ എടുത്തു വെച്ച് പാർലമെൻറ്റിൽ വിഷയമുണ്ടാക്കാനാണോ? ജനങ്ങളുടെ ഇടയ്ക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാനാണോ? അതോ കേന്ദ്ര ഭരണത്തിൽ നിന്ന് ജൽ മിഷൻ ഓരോ പ്രദേശത്തായിട്ട് വാർഡ് മെമ്പർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ വാർഡിലെ അവസാനത്തെ വീട്ടിൽ കുടിവെള്ള പ്രശ്നം നിലനിൽക്കാതിരിക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പോയിടത്തെല്ലാം കംപ്ലൈൻ്റ് ഉണ്ടല്ലോ. ഞാൻ ഇപ്പോഴല്ല പ്രചരണത്തിന് ഇറങ്ങിയത്, ഞാൻ പ്രചരണം തുടങ്ങിയിട്ട് 2 വർഷമായി. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് പ്രചരണം. എൻ്റെ പേര് അനൗൺസ് ചെയ്തതിന് ശേഷം മാത്രമാണ് എനിക്ക് എന്ന് പറഞ്ഞിറങ്ങിയിട്ടുള്ളത്. ഇത്രയും കാലം SG കോഫി ടൈംസിലൂടെ അറിഞ്ഞ കാര്യങ്ങൾ മുഴുവനുണ്ട്. അതിനൊക്കെ പരിഹാരം കാണേണ്ടത് ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുടെ ടാഗ് ലൈൻ ആയിരിക്കണം. എല്ലാം സാധിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, പരിശ്രമം നടത്തിയ ജൽ മിഷൻ്റെ പൈപ്പുകൾ ഇറങ്ങി കിടക്കുന്നു. എത്ര കാലമായി? 37,000 കോടിയാണ് റോഡിൻ്റെ മാത്രം കൊടുത്തിട്ടുണ്ട്, കോൺക്രീറ്റിൻ്റെ. എത്ര അപകടം നടന്നു? നിങ്ങളൊക്കെ ചാനലുകൾ കിടന്നിട്ട് പ്രളയ സെസ്സാണത്. ആ റോഡിൻ്റെ പണി തീർത്തോ? തൃശ്ശൂരെ മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, കോൺക്രീറ്റ് റോഡെല്ലാം തീർത്തോ? എത്ര ആക്സിഡൻറ്റുകൾ ഉണ്ടായി അവിടെ? ഇതൊക്കെ പ്രാദേശികമായിട്ട് പ്രൈം മിനിസ്റ്റർ അല്ല വന്ന് നോക്കുന്നത്, ചീഫ് മിനിസ്റ്റർ അല്ല വന്ന് നോക്കുന്നത്. MLA-മാരുണ്ട്, വാർഡ് മെമ്പർമാരുണ്ട്, കൗൺസിലേഴ്സുണ്ട്. ഇതൊക്കെ ടാഗ് ലൈനിലുണ്ടോ? KR ഗോപികൃഷ്ണൻ തൃശ്ശൂരിൽ നിന്ന് തത്സമയം. ഗോപികൃഷ്ണൻ, തൃശ്ശൂർ എന്നുള്ളത് ഒരു സ്റ്റാർ മണ്ഡലമാണ്. അതിൽ K മുരളീധരൻ വടകരയിൽ നിന്ന് പെട്ടെന്ന് തൃശ്ശൂരിലേക്ക് മാറുന്നു എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായി മാറിയ മണ്ഡലം കൂടിയാണ്. 3 സ്ഥാനാർത്ഥികളോടും ഇന്ന് ഗോപികൃഷ്ണൻ സംസാരിക്കുമ്പോൾ ഈ വികസനം എന്നുള്ളതിൽ ഊന്നി തന്നെയാണോ 3 പേരും സംസാരിക്കുന്നത്? അനുജ, നമുക്കറിയാം ഇനിയിപ്പോൾ ഈ പരസ്യ പ്രചാരണത്തിനുള്ള സമയം അവസാനിക്കാൻ ഇനി 24 മണിക്കൂറാണ് ബാക്കിയുള്ളത്. 3 മുന്നണികളും ഒരുപോലെ തന്നെ പരമാവധി വോട്ടുകൾ അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഈ മണിക്കൂറുകളിലെല്ലാം. തൃശ്ശൂർ നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കരുത്തരായ 3 സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്ന, അപ്രവചനീയത നിലനിൽക്കുന്ന, അവസാനത്തെ വോട്ട് എണ്ണിക്കഴിയും വരെ ആരാ ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത, ഒരുപക്ഷെ ഏറ്റവും അധികം ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ഇവിടെ അനുജ നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ വിഷയങ്ങൾ മുതൽ പ്രാദേശിക വിഷയങ്ങൾ വരെ ഈ പ്രചാരണ കാലത്ത് ചർച്ചാ വിഷയമായിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ, അതിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങളൊക്കെ വളരെ വലിയ സജീവമായ ഒരു വിഷയമായി ഈ മണിക്കൂറുകളിൽ തൃശ്ശൂരിൽ നിറഞ്ഞു നിന്നിരുന്നു. പൂരം നടത്തിപ്പിൽ സർക്കാരിന് വലിയ വീഴ്ച പറ്റി എന്ന നിലയിലാണ് UDF-ഉം NDA-യും ഈ വിഷയത്തെ സമീപിച്ചത്. അതേസമയം തന്നെ ഇതിൽ രാഷ്ട്രീയം കണ്ടുകൊണ്ട് ഇത് LDF-ന് തലയിൽ കെട്ടിവെക്കുകയും ശബരിമല പോലെ ഒരു വിവാദ വിഷയമാക്കി കത്തിക്കാനുമാണ് ചിലർ ശ്രമിക്കുന്നത് എന്ന ആക്ഷേപമാണ് LDF-നുള്ളത്. ഏതായാലും ഇതിൽ വളരെ തന്ത്രപരമായ ഒരു മാറ്റം NDA-യുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതാണ് ഇന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക്, പൂരവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങളെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി ഈ മണിക്കൂറുകളിൽ കൊണ്ടുവരാൻ NDA ആലോചിക്കുന്നില്ല. സുരേഷ് ഗോപി ഇന്ന് അത് വ്യക്തമാക്കുകയും ചെയ്തു. കാരണം ഇതിൽ പരസ്യ പ്രതികരണം ഇനി വേണ്ട എന്നൊരു നിലപാടിലേക്ക് NDA സ്ഥാനാർത്ഥി മാറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം ഇന്ന് രാവിലെ ഞാൻ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിനെ കണ്ടപ്പോഴും അതിനുശേഷം UDF സ്ഥാനാർത്ഥി K മുരളീധരനുമായി സംസാരിച്ചപ്പോഴും ഒക്കെ പൂരം എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമായി അവർ അവരുടെ സംഭാഷണത്തിലുണ്ടായിരുന്നു. അതിൽ K മുരളീധരൻ പറഞ്ഞത് പൂരം നടത്തിപ്പിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട്, അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്, LDF-ന്റെ കയ്യിൽ നിന്ന് ഈ സംഭവം പോയിരിക്കുന്നു, അതുകൊണ്ട് ഇനി അത് ഏത് നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ NDA സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്ത് വന്നാൽ അതിന് മറുപടി പറയേണ്ടി വരിക കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കും. അങ്ങനെ ഇതിൻ്റെ രാഷ്ട്രീയത്തെ പുറത്തേക്ക് എടുത്തുകൊണ്ട് മുരളീധരൻ ഇന്ന് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് 2ാം സ്ഥാനം BJP സ്ഥാനാർത്ഥി എത്തുകയാണെങ്കിൽ, NDA സ്ഥാനാർത്ഥി എത്തുകയാണെങ്കിൽ അതിന് പിന്നെ ഒരു അന്തർധാര പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ CPM NDA കൂട്ടുകെട്ടുണ്ട് എന്ന് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് K മുരളീധരൻ ഈ വിഷയത്തെ സമീപിച്ചത്. അതേസമയം
ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചെറിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, അതിൽ ഉടൻ തന്നെ സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. പൂരമല്ല തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം വികസനവും അതുപോലെ ജനങ്ങൾ തൃശ്ശൂരിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ആരുണ്ട് എന്നതാണ്. VS സുനിൽകുമാർ ഊന്നിയ ഒരു രാഷ്ട്രീയ പ്രശ്നം രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിനെതിരെ മതേതരത്വ നിലപാട് സ്വീകരിക്കുന്ന ശക്തമായ മതനിരപേക്ഷത രാഷ്ട്രീയ സ്വഭാവം പുലർത്തുന്ന ആളുകളെ വിടണം. അതിൽ കോൺഗ്രസ്സുകാരെ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം പത്മജ വേണുഗോപാൽ ഇപ്പോൾ മറുകണ്ഠം ചാടിയിരിക്കുന്നു. കെ മുരളീധരന്റെ സഹോദരി കെ കരുണാകരന്റെ മകൾ BJP-യിലേക്ക് പോയിരിക്കുന്നു. അതോടൊപ്പം തന്നെ AK ആന്റണിയുടെ മകൻ BJP-യിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് ചോറ് വെന്തോ എന്ന് നോക്കാൻ ഒരു വറ്റ് തൊട്ടു നോക്കിയാൽ മതി. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ വിശ്വസിക്കാൻ കഴിയില്ല. സത്യസന്ധരായ കോൺഗ്രസ്സുകാർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്നാണ് ഇന്ന് VS സുനിൽകുമാർ പറഞ്ഞത്. കെ മുരളീധരൻ അതിന് തിരിച്ചടിച്ചത് ഒരു കാര്യത്തിലും ഇടതുമുന്നണിയെ വിശ്വസിക്കാൻ കഴിയില്ല, NDA-യുമായി ഒരു രഹസ്യ കൂട്ടുകെട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. ഏതായാലും സുരേഷ് ഗോപി ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയമായി NDA ഉയർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് വികസനമാണെന്നുള്ളതാണ്. ഏതായാലും പിടിതരാത്തൊരു മനസ്സുമായി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോഴും തൃശ്ശൂർ മണ്ഡലം നിൽക്കുന്നു. ഇവിടുത്തെ സ്ത്രീ വോട്ടർമാർ അവരുടെ വോട്ടുകൾ ആർക്കായിരിക്കും എന്നത് ഇവിടെ വിജയിയെ നിശ്ചയിക്കുന്നതിന് നിർണായകമായി മാറും. ഈ കാര്യത്തിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ്. സ്ത്രീ വോട്ടിൽ വലിയൊരു ഭാഗം തനിക്ക് അനുകൂലമായി മാറ്റാൻ കഴിയും എന്ന പ്രതീക്ഷ നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം VS സുനിൽകുമാർ പറഞ്ഞത് തൃശ്ശൂരിൻ്റെ മനസ്സറിയുന്ന തൃശ്ശൂർക്കാർക്കൊപ്പം നിന്നിട്ടുള്ള എല്ലാ കാലത്തും നാടിൻ്റെ മനസ്സറിയുകയും നാട്ടുകാരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള തന്നെ തൃശ്ശൂർ ഒരു കാലത്തും തഴയില്ല. മാത്രമല്ല ഇടതുമുന്നണിക്ക് ശക്തമായ വേരോട്ടം ഈ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. കരുണാകരൻ്റെ പാരമ്പര്യവും കോൺഗ്രസിൻ്റെ പാരമ്പര്യവും തൃശ്ശൂരിന് അടുത്തറിയുന്ന ഒരാൾ എന്ന നിലയിലും തൃശ്ശൂർക്കാരുടെ മനസ്സിലേക്ക് കടന്നു കയറാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. ഏതായാലും പരസ്യ പ്രചാരണം അവസാനിക്കുന്ന മണിക്കൂറുകളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം കടക്കുമ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളും അനുജ ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. അവർ പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട തൃശ്ശൂരിൽ ആത്യന്തികമായി അത് ഏത് സ്ഥാനാർത്ഥിയെ തുണയ്ക്കുന്നു എന്നത് അപ്രവചനീയതയായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നതാണ് തൃശ്ശൂരിന്റെ പ്രത്യേകത. അനുജ, കരുത്തരായ സ്ഥാനാർത്ഥികളാണ് മൂന്ന് പേരും. അതുകൊണ്ട് തന്നെ അപ്രവചനീയത തൃശ്ശൂരിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ അവസാന മണിക്കൂറിലും തൃശ്ശൂരിൽ നിന്ന് KR ഗോപികൃഷ്ണൻ നൽകിയ വിവരം. ഇക്കുറി വോട്ട് രേഖപ്പെടുത്താൻ കഴിയുമോ എന്നതിലൊരു ആശങ്കയുമായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയിട്ടുണ്ട്. തപാൽ വോട്ടിന് അപേക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ ഫെസിലിറ്റേഷൻ സെന്ററിൽ ചെന്ന് വോട്ട് ചെയ്യണം എന്നുള്ള നിർദ്ദേശം അത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അവരുടെ പ്രതികരണം കാണാം ആദ്യം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വേണ്ടി ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു കഴിഞ്ഞു, പ്രചരണം കൊഴുക്കുന്നു. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി വോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇക്കുറി ഉണ്ടായിരിക്കുന്നു എന്നുള്ള പരാതിയാണ് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വർഷം വരെ പോസ്റ്റൽ ബാലറ്റ് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ പോസ്റ്റൽ ബാലറ്റ് ആയിരുന്നു. അതായത് വോട്ട് രേഖപ്പെടുത്തി കൗണ്ടിങ്ങിന് മുൻപ് അവിടെ എത്തിക്കുക, തപാൽ മാർഗം അയക്കുക എന്നുള്ളതായിരുന്നു സംവിധാനം. എന്നാൽ ഇക്കുറി സാധാരണ ഇലക്ഷൻ ദിവസം നടത്തുന്ന അതേ വോട്ടിംഗ് രേഖപ്പെടുത്തൽ സംവിധാനം തന്നെ മറ്റൊരു ദിവസം ചെയ്യുന്നു എന്നുള്ള സംവിധാനമായി വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററുകൾ പ്രവർത്തിക്കുകയാണ്. ഇത് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് വോട്ടവകാശം വിനിയോഗിക്കാനുള്ള സാഹചര്യം ഇല്ലാതാകുന്നു എന്നുള്ള പരാതിയാണ് വന്നിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഡോക്ടർ PJ വിൻസെന്റ് നമ്മളോടൊപ്പം ചേരുകയാണ്. മാഷ് പല പ്രാവശ്യം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്ത ഒരാളാണ്. സാധാരണഗതിയിൽ പോസ്റ്റൽ ബാലറ്റ് എന്നുള്ളത് ഒരു ആനുകൂല്യമായിരുന്നു ഉദ്യോഗസ്ഥർക്കുള്ള. ഈ പ്രാവശ്യം എന്താണ്, എങ്ങനെയാണ് പ്രതിസന്ധി? ഇത്തവണ പോസ്റ്റൽ ബാലറ്റ് ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ 2 വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററുകളാണ് ഉള്ളത്. വടകര കോൺസ്റ്റിറ്റ്യുവൻസിലെ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ വടകര ഗസ്റ്റ് ഹൗസിലാണ്. കോഴിക്കോടുള്ളത് നമ്മുടെ സിവിൽ സ്റ്റേഷനിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ നിയോജക മണ്ഡലങ്ങളിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് അപ്പോയിന്റ്മെന്റ് നൽകിയിട്ടുള്ള ഉദ്യോഗസ്ഥർ അവരുടെ വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററിൽ എത്തി വോട്ട് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് നിലവിൽ കിട്ടിയിട്ടുള്ള വിവരം. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. മാത്രവുമല്ല 26-ാം തീയതി പോളിംഗ് അവസാനിക്കുമ്പോൾ തന്നെ പോസ്റ്റൽ വോട്ടുകളും ഉദ്യോഗസ്ഥരുടെ വോട്ടുകളും പൂർത്തീകരിക്കണം എന്ന തീരുമാനമാണ് ഇലക്ഷൻ കമ്മീഷൻ എടുത്തിട്ടുള്ളത്. അത് വളരെ നല്ലൊരു തീരുമാനമാണ്. പക്ഷേ 25-ാം തീയതി 8 മണിക്ക് പോളിംഗ് ഉദ്യോഗസ്ഥരെല്ലാം ഡ്യൂട്ടിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ 26-ാം തീയതി പോളിംഗ് പൂർത്തീകരിച്ച് സാധന സാമഗ്രികൾ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ അവർ റിലീവ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് അവർക്ക് EDC വോട്ടുകൾ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ പോസ്റ്റൽ വോട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥർക്ക് ഈ ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ എത്തി വോട്ട് ചെയ്യേണ്ട വരും എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം. ഉദ്യോഗസ്ഥർക്ക്, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് വലിയ ബുദ്ധിമുട്ടാവുകയാണ്. അതായത് അവരുടെ ജനാധിപത്യ അവകാശം സുഖമായി വിനിയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്.
അത് തീർച്ചയായിട്ടും ശരിയാണ്. ഞാൻ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ നോർത്ത് അസംബ്ലി കോൺസ്റ്റിറ്റ്യുൻസിയിലെ വോട്ടറാണ്. എൻ്റെ വോട്ടിംഗ് ഫെസിലിറ്റി എനിക്ക് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ആണ് എനിക്ക് പോളിംഗ് ഡ്യൂട്ടി ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി വടകരയിലെത്തി അവിടെ ഗസ്റ്റ് ഹൗസിൽ വടകര PWD ഗസ്റ്റ് ഹൗസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്ററിൽ വോട്ട് ചെയ്യണം. അതായത് ഫലത്തിൽ തപാൽ വോട്ട് എന്നുള്ളത് അങ്ങനെ ഒരു സംഭവം ഇല്ലാതായി മാറിയിരിക്കുകയാണ്. സാങ്കേതികമായി അതില്ല എന്ന് പറയുന്നതാണ് ശരി. ഇത് അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. കാരണം തപാൽ വോട്ട് ഫലത്തിൽ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി ഇതിൽ ഇടപെടണമെന്നും, അതായത് വോട്ടിംഗ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനം ഒരുക്കണമെന്നുള്ള ആവശ്യമാണ് പൊതുവിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഏർപ്പെട്ട ഉദ്യോഗസ്ഥരെ പ്രതിനിധീകരിക്കുന്ന എല്ലാവരും പറയുന്നത്. ഇതേ പരാതി ഉന്നയിച്ചുകൊണ്ട് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും രംഗത്തെത്തുന്നു. തപാൽ വോട്ട് അനുവദിക്കണം, പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ഡ്യൂട്ടിക്ക് പോകുന്നവർക്ക് തപാൽ വോട്ട് അനുവദിക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നതാണ് KPOA ജനറൽ സെക്രട്ടറി CR ബിജു 24നോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കാണാം. NRIs ആയിട്ടുള്ളവർക്കടക്കം പ്രോക്സി വോട്ട് സംവിധാനം ഏർപ്പെടുത്തി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തിയിട്ടുള്ള ഈ രാജ്യത്ത്, ഈ നാട്ടിലെ ഇലക്ഷൻ പ്രക്രിയയിൽ കൃത്യമായ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി നിയോഗിക്കപ്പെടുന്നവർക്ക് അത് നിഷേധിക്കപ്പെടുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടാൻ കഴിയുന്നതല്ല. തീർച്ചയായിട്ടും ഇത്തവണയും പകര സംവിധാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ ഏതാണ്ട് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി മാറുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ 2500ഓളം പേരുണ്ട്, ഒന്നും രണ്ടും അല്ല. അവർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നത് ഒരു കണക്കിലും നീതീകരിക്കാൻ കഴിയുന്നതല്ല. അതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായ നിയമ നടപടികളുമായി സംഘടനകൾ തന്നെ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനവുമായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി. ദീപക്, വളരെ ന്യായമായ ആവശ്യമാണ് തങ്ങളുടെ വോട്ടിംഗ് അവകാശം അത് മുടക്കരുത് എന്നുള്ള ആവശ്യം. ഇപ്പോൾ ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുജ ഇതുവരെ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം. കാരണം തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താൻ കേരളത്തിൽ നിന്നും കേരള സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് പ്രകാരം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് 2500-ലേറെ പോലീസുകാരെ ഇതര സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ചും പല സംസ്ഥാനങ്ങളും സംഘർഷബാധിത പ്രദേശങ്ങളാണ്, അത്തരം സംസ്ഥാനങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. അവർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥ. CR ബിജു പറഞ്ഞതുപോലെ ഒരു പൗരനാണ് പോലീസുകാരൻ എന്നുള്ള ബോധമില്ലാത്ത രീതിയിലേക്ക് അവർക്ക് വോട്ടവകാശം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ഇതിൽ അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ 2500 പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് ഡ്യൂട്ടിക്ക് പോയവരാണ്. ഇതുകൂടാതെ ഇനിയും ചിലപ്പോൾ സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസിലേക്കൊക്കെയുള്ള ഡ്യൂട്ടി വന്നേക്കാം. അത്തരത്തിലുള്ളവർക്കെല്ലാം തന്നെ അവർ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാവാനുള്ള പൗരാവകാശം നിർവഹിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടലാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശം, വോട്ടിംഗ് അവകാശം ഇല്ലാതാകുമെന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അസോസിയേഷനുകളെല്ലാം, അത് പോലീസ് ഓഫീസ് അസോസിയേഷനും അതുപോലെ തന്നെ കേരള പോലീസ് അസോസിയേഷനും പോലീസ് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലാകെ ഇതൊരു പ്രധാന ചർച്ചയുമാണ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പും ഇത് വളരെ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ അധികൃതരുമായി ആഭ്യന്തര വകുപ്പ് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വിവരം ലഭിച്ചത്. അനുജ, ഇപ്പോൾ കോടതിയിൽ നിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. നർത്തകൻ ഡോക്ടർ RLV രാമകൃഷ്ണനെ അധിക്ഷേപ പരാമർശം അദ്ദേഹത്തിനെതിരെ നടത്തിയതിൽ സത്യഭാമയ്ക്ക് കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അറസ്റ്റ് തടയണമെന്ന നിർദ്ദേശം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത്. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, കോടതി ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൽ കൂടുതലായി ചൂണ്ടിക്കാട്ടുന്നത് എന്താണ്? അറസ്റ്റ് തടയണം എന്ന് പറയാൻ കഴിയില്ല എന്ന് എന്തുകൊണ്ട് കോടതി വ്യക്തമാക്കുന്നു? അഡ്വക്കേറ്റ് BA ആളൂർ മുഖേനയാണ് സത്യഭാമ ഹൈക്കോടതിയെ സമീപിച്ചത്. അവരാവശ്യപ്പെട്ട കാര്യം ഇതിൽ ഈ അറസ്റ്റ് തടയണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഈ ഘട്ടത്തിൽ അറസ്റ്റ് തടയാൻ കോടതി തയ്യാറായില്ല. ആ അറസ്റ്റ് തടയണമെന്ന ആവശ്യം തള്ളിക്കളഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഡോക്ടർ RLV രാമകൃഷ്ണനെ ഈ കേസിൽ ഇവർ നൽകിയ ഹർജിയിൽ കക്ഷി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. RLV രാമകൃഷ്ണൻ നോട്ടീസും അയച്ചു. അദ്ദേഹത്തിനുള്ള എതിർപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി കേട്ട ശേഷമേ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ വിധി കോടതി പറയുകയുള്ളൂ. അതുവരെ ഇവർ അറസ്റ്റ്, ആ സമയം വരെയെങ്കിലും അറസ്റ്റ് തടയണം എന്ന ആവശ്യം ഇതിനിടെ അഡ്വക്കേറ്റ് BA ആളൂർ മുന്നോട്ട് വെച്ചു. പക്ഷെ അതിന് കോടതി തയ്യാറായില്ല. പോലീസിന് വേണമെങ്കിൽ സത്യഭാമയെ അറസ്റ്റ് ചെയ്യാം. അതാണ് സത്യഭാമയ്ക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു കോടതിയിൽ നിന്ന്.
ഡോക്ടർ RV രാമകൃഷ്ണനെ അധിക്ഷേപിച്ചതിൽ അറസ്റ്റ് തടയണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഇനി നമ്മൾ പോകുന്നത് തെരഞ്ഞെടുപ്പ് കലാശക്കൊട്ടുമായി ബന്ധപ്പെട്ട അവസാന മണിക്കൂറുകളിലേക്കൊക്കെ പ്രചാരണം എത്തുമ്പോൾ എങ്ങനെയാണ് വിവിധ മുന്നണികളുടെ പ്രചാരണം ജില്ലകളിൽ പുരോഗമിക്കുന്നത് എന്നതിലേക്കാണ്. കാസർഗോഡ് മണ്ഡലത്തിലേക്ക് നമ്മൾ എത്തുന്നു. കാസർഗോഡ് അരുൺ പാർക്കിലാണ് അവിടുന്ന് വിവരങ്ങൾ നൽകുന്നത്. അരുൺ, കാസർഗോഡ് മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു സെക്കൻഡ് ടേം ലക്ഷ്യമിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രചാരണം അത് ഏത് തരത്തിലേക്കാണ്? ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ എന്താണ്? CPIM ആകട്ടെ ജില്ലാ സെക്രട്ടറിയെ തന്നെ രംഗത്തിറക്കുന്ന കാഴ്ച. അപ്പോൾ ആ തരത്തിലേക്ക് എങ്ങനെയാണ് വിവിധ മുന്നണികളുടെ പ്രതീക്ഷകൾ? അനുജ, തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്, അവസാന ലാപ്പിലേക്ക് കിടക്കുകയാണ്. കാസർഗോഡും 3 മുന്നണികളും ശക്തമായ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ച ഇത് 2ാമത്തെ ടേമിലേക്ക് കിടക്കുകയാണ്. അദ്ദേഹം ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. വലിയ ജനസമിതി കഴിഞ്ഞ 5 വർഷം കൊണ്ട് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഒരു വാദം. ഇന്ന് രാവിലെയും അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ സമയത്തൊക്കെ പറഞ്ഞത് ശക്തമായ എതിരാളികൾ UDFന് ഇല്ല എന്ന് തന്നെയാണ്. NDAയെ സംബന്ധിച്ച് NDA ഒരു നിർണായക കക്ഷിയാണ് കാസർഗോഡ് ജില്ലയിൽ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ NDAയുടെ വോട്ട് അത് ഇത്തവണ ആര് ജയിക്കും, ഏത് സ്ഥാനാർത്ഥി ജയിക്കും എന്നതിൽ നിർണായക ഘടകമായി മാറും എന്നതാണ്. MV ബാലകൃഷ്ണൻ CPIMന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ സെക്രട്ടറിയെ തന്നെയാണ് കാസർഗോഡ് മണ്ഡലത്തിൽ ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിനായി LDFും CPIMും ഇറക്കിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സാക്ഷാൽ EK നായനാരെ തോൽപ്പിച്ച മണ്ഡലമാണ് കാസർഗോഡ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ, അതായത് 1971 EK നായനാരെ, അന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ 26ാമത്തെ വയസ്സിലാണ് EK നായനാരെ തോൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇടതുപക്ഷത്തിന്റെ ഒരിക്കൽ കൂടി ഇടതുപക്ഷത്തിന്റെ കൈവിട്ടുപോയ ഈ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഇടതുപക്ഷത്തിനുണ്ട്. ജില്ലാ സെക്രട്ടറിയെ ഇറക്കി അവരുടെ പരമാവധി സംഘടനാ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് മണ്ഡലത്തിലുടനീളം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്മോഹൻ ഉണ്ണിത്താനാവട്ടെ കഴിഞ്ഞ 5 വർഷം ചെയ്ത വികസന പ്രവൃത്തികൾ ഓരോന്നും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ജനസമിതി കഴിഞ്ഞ 5 വർഷവും ഇവിടെ തന്നെ താമസിച്ചു. ഇത്തവണ ആദ്യത്തെ വോട്ട്, അതായത് കാസർഗോഡ് മണ്ഡലത്തിലെ ആദ്യത്തെ വോട്ട് കൂടിയാണ് രാജ്മോഹൻ ഉണ്ണിത്താന്. എന്തായാലും അത്തരത്തിലുള്ള വലിയ പ്രതീക്ഷ രാജ്മോഹൻ ഉണ്ണിത്താനുമുണ്ട്. മഞ്ചേശ്വരവും അതുപോലെ തന്നെ കാസർഗോഡും ഈ 2 മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പുതിയ വോട്ടർമാരുള്ളത്. ആ പുതിയ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കും എന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇത്തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഒരു വിധിയെഴുത്തുണ്ടാവുക. മാത്രം മറ്റുള്ള നിയോജക മണ്ഡലങ്ങളിൽ കാസർഗോഡ് 2ാം ഊഴത്തിന് അത് വിജയിക്കും എന്ന പ്രത്യാശയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഒപ്പം തന്നെ MV ബാലകൃഷ്ണനും വലിയ പ്രതീക്ഷയിലാണ്. തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. നാളെ കൊട്ടിക്കലാശം ഈ സമയത്തോടെ ഏതാണ്ട് പൂർത്തിയാകുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ വിവിധ മണ്ഡലങ്ങളിലെ ഏറ്റവും ഒടുവിലത്തെ പ്രചാരണം എങ്ങനെയാണ് എന്നത് തത്സമയം പരിശോധിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് കണ്ണൂരിലേക്ക്. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി. സജോ, കണ്ണൂരിൽ KPCC അധ്യക്ഷൻ മത്സരിക്കുന്നു. എന്നാൽ എതിരാളിയായി പാർട്ടി രംഗത്തിറക്കിയിട്ടുള്ളത് ഏറ്റവും ജനകീയനായ MV ജയരാജനെ. അപ്പോൾ ഇവർ തമ്മിലുള്ള വലിയൊരു കടുത്ത പോരാട്ടം അവിടെ നടക്കുന്നുണ്ട് എന്നതിൻ്റെ ഫീലാണോ നമുക്ക് കിട്ടുന്നത്? അനുജ, കണ്ണൂർ ജില്ല പൊതുവെ ഇടതുകോട്ടയെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇത്തവണ പക്ഷേ ഒരു എൽ ക്ലാസിക്കോ മത്സരത്തേക്ക് തോന്നിപ്പിക്കും വിധം തൊട്ടടുത്ത സമീപ മണ്ഡലത്തിൽ നടക്കുന്നതിൻ്റെ ഒരു ചെറുപതിപ്പ് എന്തായാലും കണ്ണൂരിലുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. നേരത്തെ പതിവിൽ നിന്നൊക്കെ വ്യത്യസ്തമായും അവസാന നിമിഷം വരെയും ഇപ്പോഴും ആ മത്സരത്തിൻ്റെ ഒരു സസ്പെൻസ്, ജയപരാജയങ്ങളുടെയൊക്കെ ഒരു സസ്പെൻസ്, പോരാട്ടത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കും വിധമുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്നതാണ് പ്രധാനം. UDFനെ സംബന്ധിച്ച് അവർ സ്ഥാനാർത്ഥി, അവരുടെ K സുധാകരൻ എന്ന സ്ഥാനാർത്ഥി തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. K സുധാകരൻ്റെ തലപ്പൊക്കത്തിൽ അവർ പ്രതീക്ഷ അർപ്പിക്കുന്നു. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് പഴയ തലപ്പൊക്കമുണ്ടോ, പഴയ അതേ നിലയ്ക്ക് കഴിഞ്ഞ തവണ 94,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു. അതൊക്കെ ഇത്തവണയും സാധ്യമാകുമോ എന്നൊരു ചോദ്യമുണ്ട്. അതിൽ UDFനെ ആശങ്കപ്പെടുത്തുന്ന LDF പ്രതീക്ഷ വയ്ക്കുന്ന ഒരു കാര്യം, ലീഗ് വോട്ടുകളിൽ വിള്ളലുണ്ടാകും എന്ന ഒരു പ്രതീക്ഷ LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒപ്പം മലയോര വോട്ടുകളിലുമൊക്കെ വിള്ളലുണ്ടാക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമാണ്. CPMനെ സംബന്ധിച്ച് സുധാകരൻ ഒത്ത എതിരാളി കണ്ണൂരിലെ പാർട്ടിയുടെ, രാജ്യത്ത് തന്നെ CPMന് ഏറ്റവും ശക്തിയുള്ള പാർട്ടിയുടെ അമരക്കാരൻ MV ജയരാജൻ തന്നെയാണ് മത്സര രംഗത്തുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ, അതായത് CPIM സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും LDF കൺവീനറും ഒക്കെ വോട്ട് ചെയ്യുന്നത് ഈ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ
നിയമസഭാ മണ്ഡലങ്ങൾ ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കൂടി ഭാഗമാണ്. അങ്ങനെ ഒരു സവിശേഷത ഉള്ള മണ്ഡലം കൂടിയാണ്. അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് പോരാട്ടമാണ്. ഇത്തവണ ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്തുണ്ട്. പാർട്ടി വോട്ടുകളിൽ കഴിഞ്ഞ തവണ ഒരു ചോർച്ചയുണ്ടായിരുന്നു. ഇക്കുറി അത് സംഭവിക്കില്ല എന്ന് LDF ഉറപ്പിച്ചു പറയുന്നു. അതിനപ്പുറത്തേക്ക് കുറച്ച് വോട്ടുകളിൽ കൂടി കടന്നു കയറാൻ കഴിഞ്ഞാൽ വിജയം നേടാൻ എന്ന ആത്മവിശ്വാസമാണ് LDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷേ മത്സര രംഗത്ത് ഈ ഇരു സ്ഥാനാർത്ഥികളെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് വെല്ലുവിളികളെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് പരമാവധി പ്രചരണ രംഗത്ത് എല്ലാ വോട്ടർമാരിലേക്കും കഴിയും വിധം എത്തിയിട്ടുണ്ട്. പക്ഷേ വലിയൊരു സസ്പെൻസ് മണ്ഡലം ഒളിപ്പിക്കുന്നു എന്നത് തന്നെയാണ് ഇത്തവണത്തെ സവിശേഷത. അതാണ് കണ്ണൂരിലും വലിയ സസ്പെൻസ് ആണ്. അവിടെ KPCC അധ്യക്ഷൻ മത്സരിക്കുന്നുണ്ട്. എന്നാൽ MV ജയരാജൻ എതിരാളിയായി എത്തുമ്പോൾ LDFന് ഇക്കുറി പ്രതീക്ഷകൾ ഏറെയാണ്. കഴിഞ്ഞ തവണയുണ്ടായ വോട്ട് ചോർച്ച ഉണ്ടാകില്ല, ലീഗ് വോട്ടിലെ ഭിന്നത ഇതെല്ലാം തങ്ങൾക്ക് അനുകൂലമാക്കാം എന്നുള്ളത് അവരുടെ പ്രതീക്ഷയാണ്. C രഘുനാഥ് എന്ന NDA സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ കോൺഗ്രസിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഇക്കുറി NDA സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ അവർക്കും പ്രതീക്ഷകൾ കുറവല്ല എന്നുള്ളതാണ് സജോ ദേവസ്യ നൽകിയ വിവരം. നമ്മൾ ഇന്ന് വിവിധ മണ്ഡലങ്ങളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുകയായിരുന്നു. കൊട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏറ്റവും ഒടുവിലത്തെ പ്രചാരണം എങ്ങനെയാണ് എന്നതാണ് വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് തത്സമയ വിവരങ്ങളായി നമ്മുടെ പ്രതിനിധികൾ നൽകിയത്. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.